ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും V4 മീഡിയയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് മിനിയേച്ചർ കലാകാരനായ നമ്മുടെ സനു ടി വിയുടെ ഒപ്പമാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ മോഡലായ ടീം ഗാലക്സിയുടെ വർക്ക് ഫിനിഷ് ചെയ്തതായി അദ്ദേഹം പറഞ്ഞായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മോഡലിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. സനു, ഹലോ. മിനിയേച്ചർ ഗാലക്സി ടീം ഗാലക്സിയുടെ വർക്ക് കഴിഞ്ഞ് നമ്മൾ അറിഞ്ഞു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. ഓക്കെ, കഴിഞ്ഞായിരുന്നു അതിൻ്റെ വർക്ക് കഴിഞ്ഞു. വർക്ക് ഫിനിഷ് ആയല്ലോ അല്ലേ? ഫുള്ള് അതെന്ത് മോഡൽ? അത് ഇനിയും വർക്കുകളൊന്നും ഒരു വർക്കും പെൻഡിങ് അല്ലേ? നിങ്ങൾ കൊടുത്താൽ മതി അല്ലേ? പാക്ക് ചെയ്താണ്, കൊറിയർ ചെയ്യുക. ഓ, പാക്കിംഗ് കൂടെ ഉണ്ടല്ലേ? നമുക്ക് വേണ്ടി അതൊന്ന് കാണിക്കാവോ? ഇതാണ് ടീം ഗാലക്സിയുടെ വണ്ടി. ഇത് ശരിക്കും കാസർഗോഡുള്ള വണ്ടിയാണ്, പക്ഷേ എനിക്കിത് ഓർഡർ തന്നിരിക്കുന്നത് തൃശ്ശൂരുള്ള ഒരാളാണ് ഓർഡർ തന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇവിടുത്തെ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു സ്റ്റിക്കറും കാര്യങ്ങളും എല്ലാം ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് പൊട്ടിച്ചിരിക്കുന്നു. ശരിക്കുള്ള വണ്ടിയിൽ നിന്ന് തന്നെ നോക്കി പ്രിൻ്റ് എടുത്തിട്ട് പൊട്ടിച്ചിരിക്കുന്നത്. ഈ ഗാലക്സി എന്നുള്ള ഒരു ഫുള്ളായിട്ട് എടുത്തേക്കുന്ന ആ സ്റ്റിക്കറോ അതെല്ലാം അങ്ങനെയാണ്? ഇതെല്ലാം ശരിക്കുള്ള വണ്ടിയിൽ നിന്ന് തന്നെ ഉള്ള ഫോട്ടോ എടുത്തിട്ട് സ്റ്റിക്കർ കട്ട് ചെയ്തിരിക്കണം. കട്ട് ചെയ്തിട്ട് അത് വീണ്ടും കട്ട് ചെയ്തിട്ടാണ് ഇതിൽ ഒട്ടിച്ചിരിക്കുന്നത്. എന്നാലേ ആ ഒരു ലുക്ക് പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഈ ഡയലോഗ് എല്ലാം, അതായത് മേളിൽ എഴുതിയിട്ടില്ലേ ഇവന്മാർക്കെല്ലാം, അതെല്ലാം അവർ പറഞ്ഞു തന്നാണോ? അതെല്ലാം ശരിക്കും ഇങ്ങനൊരു വണ്ടി ഉള്ളതാണ്. ശരിക്കും ഈ കാസർഗോഡുള്ള ടീം ഗാലക്സി എന്ന് പറയുന്ന അവർ ഈ വണ്ടി വിറ്റെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ വണ്ടി വിറ്റത് കാരണം അവർ എൻ്റെ FBയിലുള്ള ഫോട്ടോസ് നോക്കിയിട്ട് ഞാൻ ചെയ്തെടുത്താണ് ഈ വണ്ടി. FBയിൽ നിന്ന് ഫോട്ടോസ് എടുത്തതും ആ ഓർഡർ തന്ന ആൾ സെൻഡ് ചെയ്ത് തന്ന ഫോട്ടോസ് കൂടെ നോക്കിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ശരിക്കുള്ള വണ്ടിയിലെ ഈ മോഡലുള്ള ഡയലോഗൊക്കെ ഇങ്ങനെ തന്നെ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ സ്റ്റിക്കർ കട്ടയിൽ കട്ട് ചെയ്യിപ്പിച്ചിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണല്ലേ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ യുവമാർക്കെല്ലാം ബെഡാസാവിനെ വലിയ പേടിയാ എന്നാണ് എഴുതിയേക്കുന്നത്. ഇപ്പുറത്ത് വരുമ്പോൾ അത് ഡയലോഗ് വേറെയാണ് വരുന്നത്. യുവമാരൊക്കെ എന്ത് ബെഡാസാവല്ലേ യഥാർത്ഥ സാവ്, അങ്ങനെ 2 ഡയലോഗാണ് ഇതിൽ വരുന്നത്. അതിൽ ഹിപ്പ് ഹോപ്പ് എന്ന് പറഞ്ഞ കൂടെ ഒരു ഇതുണ്ട്, അത് 2 സൈഡിലും വരുന്നുണ്ട്. അത് വെറുതെ വണ്ടിയിൽ അങ്ങനെ കണ്ടു. അപ്പോൾ അത് തന്നെ ഞാൻ ഇതെടുത്താണ് ലൈസൻസ് പ്രിന്റ് ചെയ്ത് എടുത്തിട്ട് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇപ്പോൾ ഈ ബസ് ഉണ്ടോ? ശരിക്കും ഈ ബസ് ഇപ്പോൾ ഇല്ലെന്നാണ് എനിക്ക് ഓർഡർ തന്ന ആൾ പറഞ്ഞത്. അത് അവർ വിറ്റു എന്നാണ് പറഞ്ഞത്. ഓക്കെ. എന്നിട്ട് അവർ പുതിയ ബസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആരെങ്കിലും ആണോ ഈ ഓർഡർ തന്നിരിക്കുന്നത്? അല്ല, ഇതെനിക്ക് തൃശ്ശൂരിൽ നിന്ന് ഒരാൾ ഓർഡർ ആണ്, ടീം ഗാലക്സി. പിന്നെ ഇതിൻ്റെ എന്താ നമുക്ക് വേണ്ടി പറയാനുള്ളത് ഈ മോഡലിനെ കുറിച്ച്? ഈ മോഡൽ വരുന്നത് ഫ്രണ്ട് ഇങ്ങനെ ഒരു മോഡലാണ്. ഈ മോഡലിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയത്തില്ല. ഗ്രാൻഡ് BMR 2ൻ്റെ ഒരു വെർഷനാണ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി മുതലാണ് ഈ ഫ്രണ്ട് ബോണറ്റ് ഓപ്പണിങ് എന്നുള്ള ഒരു സംഭവം കൂടെ ടെസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. ശരിയാ, നമ്മൾ നേരത്തെ ഉള്ള വണ്ടികളിലൊന്നും ഈ ഫ്രണ്ട് ബോണറ്റ് ഓപ്പൺ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണിത്. ഫ്രണ്ട് ബോണറ്റ് അത് ഒത്തു. അപ്പം ഫ്രണ്ട് ബോണറ്റ് ഇതുപോലെ എടുത്തിട്ട് മുകളിലേക്ക് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ലുക്ക് ഉണ്ടാവും. വണ്ടി ഒന്നുകൂടെ ഒരു എടുപ്പാണ്. ഒറിജിനൽ ബസ്സൊക്കെ ബസ്സിലേക്ക് കാണുന്ന പോലെ തന്നെ ഉള്ള ഒരു ഇതുണ്ട്. ഇതിപ്പം ഒരു മീഡിയം സൈസ് ചെറിയ വണ്ടി ആയതുകൊണ്ട് മാത്രമാണ് ഇതിൽ ലൈറ്റ് ചെയ്യാഞ്ഞത്. ഇല്ലെന്നുണ്ട് ഈ ബോണറ്റ് ഓപ്പൺ ചെയ്യുന്ന ഇതിനകത്ത് 2 ലൈറ്റ്, ഹെഡ് ലൈറ്റ് പോലെ വരുന്നതാണ്. ഓക്കെ, ആ ലൈറ്റ് നമുക്ക് ജസ്റ്റ് ഷോ പോലെ വേണേൽ വെക്കാം, ഇനി വേണേലും വെക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഈ ഡോർ, എല്ലാ വണ്ടിക്കും ചെയ്യുന്ന പോലെ തന്നെ ഡോർ സ്ലൈഡിങ് ആണ്. സ്ലൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഡോറിൻ്റെ ആ ഭാഗമെല്ലാം ഓക്കെ ആവും. ഒറിജിനൽ വണ്ടിയിലുള്ള പോലെ തന്നെ സ്റ്റീൽ കോട്ടിംഗ് ഉണ്ടല്ലേ? ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ തിരിച്ചിത് ചെയ്യാൻ പറ്റും. ഇപ്പുറത്ത് വന്നാൽ ഡ്രൈവർ സൈഡ് ഡോർ ഇപ്പോൾ ഓപ്പൺ ചെയ്താണെന്ന് തോന്നുന്നു. എന്നാലും ഒന്നുകൂടെ കാണിച്ചേക്കാം. ഇതിൽ ശരിക്കും ഈ വണ്ടിയിൽ ഇല്ലാത്ത ഒരു കാര്യം ഞാൻ ആഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു എംബ്ലം മാത്രമാണ്. അതെല്ലാ വണ്ടിയിലും ഉണ്ടായിരുന്നല്ലോ. എൻ്റെ എല്ലാ വണ്ടിയിലും. ഈ ഗാലക്സി എന്ന് പറയുന്ന ബസ്സിൽ ഈ ഒരു എംബ്ലം ഇവിടെ ഇല്ല. ഇത് മാത്രം ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കുന്നതാണ്, വേറെ ഒന്നുമില്ല. വേറെ എല്ലാം ഈ വണ്ടിയിൽ. അത് സനു ഉണ്ടാക്കുന്ന എല്ലാ ബസ്സിലും ചെയ്യുന്നുണ്ടല്ലോ? ഉണ്ട്. ഒക്കെങ്കിൽ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിലെ ഈ ഡിക്കിയും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത്. ഇനി അത് കട്ട് ചെയ്തെടുത്ത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പറ്റുമെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഈ നമ്പറൊക്കെ ഇട്ടേക്കുന്ന അവർ പറഞ്ഞ നമ്പർ ശരിക്കുള്ള വണ്ടിയുടെ നമ്പർ തന്നെയാണ്. അത് ഞാൻ പ്രിൻ്റ് എടുത്തിരിക്കുന്നതാണ്. ഇവിടെ പ്രിൻ്റ് എടുത്തിരിക്കുന്നതാണ്, ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നതാണ്.
ഇവിടെ 2 സൈഡിലും എഴുതിയിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും പ്രിൻ്റ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ വീല് റൊട്ടേഷൻ ഉണ്ടാവും. ബാക്ക് വീൽ കപ്പ് ഈ രീതിയിലാണ് വരുന്നത്. ആ ശരിക്കുള്ള വണ്ടിയിൽ വീൽ കപ്പൊക്കെ ഫോം ഷീറ്റിൽ തന്നെ ചെയ്തത്? എല്ലാം ഫോം ഷീറ്റിൽ തന്നെ ചെയ്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റ് ഒക്കെ ചെയ്തേക്കുന്നതോ? ഹെഡ്ലൈറ്റ് ചെയ്തിട്ടില്ല. ഹെഡ്ലൈറ്റ് ഒരു ഷോ പോലെ ജസ്റ്റ് ചെയ്തേക്കുന്നേ ഉള്ളൂ. അതിനകത്ത് ലൈറ്റ് പോലെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യണം. അത് ഇനിയും കുറച്ച് ശാലം എന്തെങ്കിലും കൂടെ ചെയ്തിട്ട് ഇതാക്കണം. ഇത് എന്നത്തേക്കാണ് ഇത് കൊടുക്കേണ്ടത്? ഇത് എന്നെ കൊടുക്കാൻ പറഞ്ഞതാണ്. അവർ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കൊണ്ടാണ്. ബുക്കിങ്ങിൽ ഇത് തിങ്കളാഴ്ച പാക്ക് ചെയ്ത് വിടണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കൊറിയർ അയക്കണം അല്ലേ? ഇനി പാക്കിങ് കൂടെ ഉള്ളല്ലേ? പാക്കിങ് കൂടിയേ ഉള്ളൂ. കുറച്ച് ഫോട്ടോഷൂട്ട്, ഔട്ട്ഡോർ ഫോട്ടോഷൂട്ട് ചെയ്യാറുണ്ട്. അതോടെ ചെയ്തിട്ട് പാക്ക് ചെയ്യാം. പിന്നെ ഈ വണ്ടിയെക്കുറിച്ച് നീ എന്താ പറയാനുള്ളത്? സീറ്റൊന്നുമില്ലല്ലോ, ഫുൾ കർട്ടൺ അല്ലേ? ഫുൾ കർട്ടനാണ്. ഞാൻ സീറ്റ് വെച്ച് ചെയ്യുന്ന ഒരു വണ്ടി കൂടെ വരുന്നുണ്ട്, കൊമ്പൻ കാളിയൻ ചെയ്യുന്നുണ്ട്. ഫുള്ള് ലൈറ്റ് വെച്ചിട്ടുള്ള ഒരു വണ്ടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. ഉണ്ട്. അത് ബോഡി കയറിയിരിക്കുന്നേ ഉള്ളൂ. എല്ലാം കൂടെ ചെയ്ത് വെക്കാനുള്ള ഒരു സ്പേസ് ഇല്ലാത്ത കാരണമാണ് ഞാനത് അങ്ങനെ ചെയ്ത് വെക്കാത്തത്. ഇതെല്ലാം കുറേ ചെറുതും വലുതുമായിട്ടുള്ള വണ്ടികളൊക്കെ ഇറങ്ങിപ്പോയെങ്കിൽ മാത്രമേ എനിക്കത് ഒന്ന് സ്വസ്ഥമായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അതങ്ങനെ ഇട്ടേക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഓരോ വർക്ക് കഴിയും തോറും, അതായത് നേരത്തെ നമ്മൾ വീഡിയോ എടുത്തിരുന്നു പഴയ ചെയ്ത ബസ്സിൻ്റെ ഒക്കെ, അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിനെന്തോ ഒരു കൂടുതലായ ഒരു ഇത് ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓരോ വർക്ക് ചെയ്യുമ്പോഴും പുതിയ വർക്കുകൾ ചെയ്യുമ്പോൾ അത് കൂടുതൽ എങ്ങനെ പെർഫെക്റ്റ് ആക്കാം എന്നുള്ള ഒരു ഇതുകൂടെ ചെയ്താണ് ഒരു ഗവേഷണം നടത്തുന്നുണ്ട്. ഗവേഷണം എന്താ അങ്ങനെ അറിയില്ല, എങ്ങനെ കൂടുതൽ ഒറിജിനാലിറ്റി വരുത്താം എന്നുള്ള ഒരു ഇതുകൂടെ നോക്കിയാണ് ഓരോ വണ്ടിയും പണിയുന്നത്. അപ്പം ഓരോ വണ്ടിക്കും അതിൻ്റെ ഇപ്പം തന്നെ ഈ പറഞ്ഞ തന്നെ ഈ ഒരു ബോണറ്റ് ഓപ്പണിങ് ഇത് നേരത്തെ ഉള്ള ഒരു വണ്ടിക്കും ഞാൻ ചെയ്തിട്ടില്ല, വലിയ വണ്ടികൾക്കല്ലാതെ. അപ്പോൾ ഈ ഒരു ബോണറ്റ് ഓപ്പണിങ് കൂടി വന്നപ്പോൾ ഈ ഒരു വണ്ടി ഒന്നുകൂടെ ലുക്കായി. അതല്ലേ? അപ്പം അങ്ങനെ വരുന്ന ഓരോരോ കാര്യങ്ങൾ എവിടെയൊക്കെ ഏതെല്ലാം രീതിയിൽ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സെർച്ച് കൂടെ ചെയ്തിട്ടാണ് ഞാൻ ഓരോ വണ്ടിയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാവാം ഓരോ വണ്ടിയും പഴയതിനേക്കാളിലും ഒന്നുകൂടെ ലുക്കായിട്ട് തോന്നാൻ കാര്യം. അതുപോലെ നേരത്തെ ഉള്ള വണ്ടികൾ വെച്ച് ഇത് കമ്പയർ ചെയ്യുമ്പോഴേ ഈ വണ്ടിക്ക് എന്തോ ഒരു ഇത് തോന്നുന്നുണ്ട്. അത് വൈറ്റിൽ ആ ഡിസൈൻ വന്നതുകൊണ്ടാണോ എന്നൊരു ഇതുണ്ട്? ഫുൾ വൈറ്റ് അല്ലെ ഫുൾ ബ്ലാക്ക് വണ്ടി വരുന്നത് മൊത്തത്തിലൊരു എടുപ്പ് ഉണ്ടാവും. പിന്നെ പച്ച കർട്ടനും ആ ഒരു ഡിസൈനും ഒക്കെ വന്നപ്പോഴത്തേക്ക് എന്തോ ഒരു ലുക്ക് നേരത്തെ ചെയ്തതിനെ കണ്ടു. എനിക്ക് നേരത്തെ ചെയ്തിരുന്ന ഒരു ബ്ലാക്ക് ബസ് ഉണ്ടായിരുന്നല്ലോ, ബർഹാൻ എന്ന് പറയുന്നത്, അതും നല്ല ലുക്കായിരുന്നു. പക്ഷേ ഇതിനെന്തോ ഒരു അട്രാക്ഷൻ തോന്നിക്കുന്നത്, അതുകൊണ്ടാണ് ചോദിച്ചത്. പിന്നെ ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ഇല്ലല്ലോ പറയാനായിട്ട്. എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം മറ്റുള്ള ബസ്സുകളെ അപേക്ഷിച്ച് നോക്കുമ്പോഴേ സനുവിൻ്റെ ഈ ഒരു ലേറ്റസ്റ്റ് വർക്കിന് നല്ലൊരു ഫീൽ തോന്നുന്നുണ്ട്. അതാണ്. ഈ ഗാലക്സി ഒരു ഡിസൈനൊക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്തല്ലേ, അല്ല ഡിസൈൻ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചാന്നോ? ശരിക്കും നിങ്ങൾ FBയിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ടീം ഗാലക്സി കാസർഗോഡ് എന്ന് പറയുന്നത് സെർച്ച് ചെയ്ത് നോക്കിയാൽ അവരുടെ FB ഫോട്ടോസിൽ ഈ വണ്ടിയുടെ ഫോട്ടോസ് ഉണ്ടാവും. അപ്പോൾ ആ ഫോട്ടോസ് നോക്കിയിട്ട് ഈ വണ്ടിയുടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ ഡിസൈൻ കാര്യങ്ങൾ എന്നുള്ളത്. അങ്ങനെയാണല്ലേ? ശരി. ഇനിയിപ്പം നിലവിൽ പണിതുകൊണ്ടിരിക്കുന്നേ ബസ് അല്ലെങ്കിൽ വേറെ മിനിയേച്ചർ മോഡൽസ് ഏതൊക്കെയാണ്? ഇപ്പോൾ എനിക്ക് തോന്നുന്നു 1-2 വീഡിയോസ് വന്നിട്ടുണ്ട്. ടീം രാവണൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്ലാക്ക് ബസ്. അപ്പോൾ അത് ഉടനെ ഇത് കഴിഞ്ഞാൽ തൊട്ട് പുറകെ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അത് ഒരു ബസ് മാത്രമല്ല, അല്ല വേറെ പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നല്ലോ? ചമ്പക്കര എന്ന് പറഞ്ഞിട്ടൊരു ബസ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് നാളെ മറ്റന്നാൾ ഇരുന്ന് കുറേ കൂടെ വർക്ക് തീർക്കണം. അത് എത്രയും പെട്ടെന്ന് തീർക്കാനാണ് നോക്കുന്നത്. അതിനകത്ത് സീറ്റും കാര്യങ്ങളും കൂടെ വരുന്നത് കൊണ്ടാണ് ഇത്രയും താമസം ഉണ്ടാകുന്നത്. ഫുൾ സീറ്റും കാര്യങ്ങളും ചെയ്തു പോകുന്നതുകൊണ്ട് താമസം ഉണ്ടാകും. അപ്പം നമ്മൾ ആ ലൈറ്റ് വെച്ചുള്ള ബസ്സിന് ഒരുപാട് ഇത് പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മൾ ആ ചെങ്കോട്ട എന്ന് പറഞ്ഞ ബസ്സിലെ ചെക്കോട്ടെ അത് തന്നെ, ആ ബസ്സിന് നല്ല വ്യൂസ് ആയിരുന്നു പറയുന്നത്. അതെ ആ ഒരു ബസ്സിന് നല്ല ലൈറ്റോടെ വന്നപ്പോഴത്തേക്ക് നല്ല ഇതായിരുന്നു. ഏതാണ്ട് ഏകദേശം ആ ഒരു ഇത് തന്നെ വരത്തില്ല ലൈറ്റ് അറേഞ്ച്മെന്റ്? ഏകദേശം അതുപോലെ, ഒന്നുകിൽ അതുപോലെ അല്ലെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചുകൂടെ ഡെവലപ്പാക്കി ചെയ്യാനാണ്, അതുക്കും മേലെ ചെയ്യാനാണ് ഞാൻ അത് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിനുള്ള ടൈം കിട്ടിയാലേ എനിക്ക് അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പം വേറെ എന്താ പറയാനുള്ളത്?
വേറെ എന്താ പറയാനുള്ള SC ലോറിയുടെ വീഡിയോ നല്ല ഹിറ്റായിരുന്നു പറയുന്നത് കേട്ടു. SC ലോറി എനിക്കിപ്പോൾ 2 വീണ്ടും ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു SC ലോറിയുടെ വീഡിയോ ആണ് ഇപ്പം ഇന്ന് രാവിലെ നിങ്ങൾ കണ്ടതെന്ന് തോന്നുന്നു. അതിൻ്റെ ഫ്രണ്ട് ബമ്പർ ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു. അത് ഞാൻ ബാക്കി കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു SC ലോറി കൂടി ഉണ്ട്. അപ്പം വേറെ പുതിയ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ എന്നാൽ ഓക്കെ, ഓക്കെ, ശരി.